ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി കാലം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഭാഷയുടെ മോൾ ഡോക്ടർ ഏഞ്ചൽ എന്നെ സഹായിക്കാനുള്ളത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം വാക്യങ്ങൾ വായിക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ ഏഞ്ചൽ മോൾ വായിക്കും. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമുക്ക് ആ വാക്യമാണ് ഇന്ന് തീർക്കാനായിട്ടുള്ളത്. തുറന്നെടുക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ എടുക്കും. കാരണം വെളിപ്പാട് പുസ്തകം അങ്ങനെ ധൃതി വെച്ച് പഠിക്കേണ്ട പുസ്തകമല്ല. എൻ്റെ ക്ലാസ് ഇപ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി. ഇത് പെട്ടെന്ന് അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ക്ലാസ് അല്ല. വളരെ ചിന്തിച്ച് പഠിക്കേണ്ടതായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ വെളിപ്പാട് പുസ്തകം ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് 366 ക്ലാസ്സുകളാണ്. അത് ഒരു ദിവസം ഒരു ക്ലാസ് വെച്ച് എടുത്താൽ ഒറ്റ വർഷം കൊണ്ട് തീരും. എന്നാൽ നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാവികാല സംഭവങ്ങൾ പഠിക്കാൻ തക്കൊണ്ട് താല്പര്യമുള്ളതുകൊണ്ട് അത്രയും ടൈം എടുക്കാതെ ഞാൻ മുൻപോട്ട് പോകാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്കങ്ങനെ മുൻപോട്ട് പോകാൻ തക്കണം, പഠിപ്പിക്കാതെ മുൻപോട്ട് പോകാൻ തക്കണം എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ നമുക്ക് നിർത്തി പഠിച്ച് ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു പുസ്തകം എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കും. ഞാൻ എഴുതുന്നില്ല, പ്രൊഫസറോ. കാരണം വളരെ ഡീപ്പാണ് വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് ശാന്തമായി പഠിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ബൈബിൾ വായനയിൽ എന്നെ ഏഞ്ചൽ മോൾ സഹായിക്കുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്. ഞാൻ ഓർപ്പിച്ചു, 1 മിനിറ്റ് മുഖവർ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. 7 സഭകൾ എന്ന് പറയുന്നത് ആസിയ എന്ന് കേട്ടാൽ നമ്മൾ ഓർക്കും ഏഷ്യ ഭൂഖണ്ഡമാണ്. അന്ന് അങ്ങനെയല്ല. ആസിയ എന്ന് പറയുന്നത് ചുരുക്കമായി ഒറ്റവാക്കി പറഞ്ഞാൽ ഇന്നത്തെ തുർക്കി രാജ്യത്തുള്ള 7 സ്ഥലങ്ങളാണ് ഈ ആസിയയിലെ സഭകൾ എന്ന് പറയുന്നത്. അവിടെ 7 സഭകൾ മാത്രമല്ലായിരുന്നു, അനേക സഭകൾ ഉണ്ടായിരുന്നു. ഗലാത്യ സഭകൾ, ഗലാത്യ സഭ എന്നല്ല, ഗലാത്യ ഉള്ള പ്രദേശങ്ങളിൽ പല സഭകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗലാത്യ സഭകൾ എന്ന് പറയുന്നത്. കൊലോസിയ, ഹിയറപ്പോലിസ്, ത്രോവാസ്, ഇങ്ങനെയുള്ളതായ സ്ഥലങ്ങളിലെല്ലാം അപ്പോസ്തലനായ പൗലോസിന്റെ 3 വർഷം അവിടെ വാടക വീട്ടിൽ താമസിച്ച് അവിടെ ശുശ്രൂഷ ചെയ്ത് സ്ഥാപിതമായ അനേക സഭകളുണ്ട്. ആ സഭകളിൽ 7 സഭകളെ മാത്രം തെരഞ്ഞെടുത്താണ് ഈ ദൂത് കൊടുക്കുന്നത്. ഈ 7 സഭകളുടെ സ്വഭാവ രീതി പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി സഭ ആരംഭിച്ച പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള 7 കാലഘട്ടങ്ങളിലെ അനുഭവങ്ങളാണ് ഈ 7 സഭകൾ കാണിക്കുന്നത്. ആ 7 സഭകളുടെ അവസ്ഥ എടുത്താണ് 7 കാലഘട്ടങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ആ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കൾ. നമ്മൾ ആ വാക്യത്തിന്റെ മിക്ക ഭാഗങ്ങളും ചിന്തിച്ചു. ഒരു ഭാഗം കൂടെ ചിന്തിക്കാൻ ഉണ്ട്, അത് ഞാൻ ഈ ആഴ്ചയിൽ പറയാമെന്ന് പറഞ്ഞു. ഇവിടെ വായിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ഇരിക്കുന്നവൻ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:18, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നവനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഒരു മിഷൻ, ഒരു ദൗത്യം നിറവേറ്റാൻ കർത്താവിനെ അയച്ചു. കർത്താവ് അത് നിറവേറ്റി. ആ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇരിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്താണ്. അത് കഴിഞ്ഞ ആഴ്ച വാക്യങ്ങൾ സഹിതം ചിന്തിച്ചു. ഇരിക്കുന്നവനും ഇരുന്നവനും. ഇപ്പോൾ ഇരിക്കുന്നത് സകലവും നിവർത്തിച്ചതിന് ശേഷമാണ് ഇരിക്കുന്നത്. അത് എബ്രായ ലേഖനത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വലത്തുഭാഗത്തിരിക്കുന്നു, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനു ശേഷം ഇരിക്കുന്നു, തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം മഹാപുരോഹിതനായിട്ട് മധ്യസ്ഥ വഹിച്ച് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ഈ വാക്കുകളെല്ലാം എബ്രായ ലേഖനത്തിൽ വിവരിച്ചിട്ടുണ്ട്. സ്തേഫാനോസിന്റെ മരണത്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്ന് തൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുന്നതായി നമ്മൾ ചിന്തിച്ചു. ഇരിക്കുന്നവനും
ഇരുന്നവനും വരുന്നവൻ എത്രയും താമസിയാതെ കർത്താവായ യേശു വരും. അതിനുവേണ്ടിയാണ് നമ്മൾ നോക്കി പാർക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വരും. നമ്മുടെ കർത്താവ് വരുന്നവനാണ്. എബ്രായത്തിൽ വായിക്കുന്നു, ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഇനിയും അടുത്ത വാചകം എന്ന് പറയുന്നത് അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള ആ 7 ആൺമക്കളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സിംഹാസനത്തിന് മുമ്പിലുള്ള ആ സിംഹാസനത്തെ കുറിച്ച് ഒരു അല്പസമയം പറഞ്ഞിട്ട് നമുക്ക് 4-ാമത്തെ വാക്യം കൂടെ മുൻപോട്ട് പോകാം. ഈ സിംഹാസനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത്, അതേ പിതാവിനോടൊത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇപ്പോൾ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ സിംഹാസനത്തെ കുറിച്ച് തിരുവചനത്തിൽ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഭാവിയിൽ സ്ഥാപിതമാകാൻ പോകുന്ന 3 സിംഹാസനങ്ങളും തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കർത്താവ് 3 സിംഹാസനങ്ങൾ ഇരിക്കുന്ന വിഷയവും ചുരുക്കമായി പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. ഈ സിംഹാസനം എവിടെയാണെന്നുള്ളത് നമുക്ക് ആദ്യമായിട്ട് ചിന്തിക്കാം. വളരെ 11-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിച്ചു. ഈ സിംഹാസനം എവിടെ? യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. 103-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യത്തിലും നമുക്ക് ആ ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. 103:19. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. യഹോവ തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന് ഒരു രാജ്യത്തിന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ സിംഹാസനം തപ്പി നമ്മൾ മുൻപോട്ട് പോകണ്ട. ദൈവത്തിന്റെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. ഈ സിംഹാസനത്തിന് അടിസ്ഥാനമുണ്ട്. ദൈവത്തിന്റെ സിംഹാസനത്തിന് അടിസ്ഥാനമുണ്ട്. 97-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് നോക്കാം. മേഘവും അന്ധകാരവും അവന്റെ ചുറ്റുമിരിക്കുന്നു. നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. നീതിയും ന്യായവും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. ദൈവത്തിന്റെ വിധികളും ദൈവത്തിന്റെ ന്യായവും എല്ലാം നീതിയുള്ളതാണ്. നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്ന ഒരു രാജാവ് നീതിയോടെ വാഴും. അനീതിയായിട്ട് ഒന്നും അവിടെ കാണുവാൻ തക്കോണം സാധ്യമല്ല. ഈ ലോകത്തിൽ പലരും സിംഹാസനത്തിരിക്കുമ്പോൾ ഒരുപാട് അനീതികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ഭരണചക്രം അവരുടെ കൈ കെട്ടിക്കഴിയുമ്പോൾ അവർ തോന്നുന്ന പോലെ ഭരണം നടത്താറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതിയും ന്യായവുമാണ്. ന്യായമായ കാര്യങ്ങൾ മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. നീതിയുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ മുൻപോട്ട് പഠിച്ചു പോകാം. അതുപോലെ തന്നെ ഈ സിംഹാസനം എന്ന് വരെയാണെന്ന് നോക്കാം. 45-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ഈ സിംഹാസനം എന്ന് വരെ. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അവിടൊക്കെ അല്പസമയം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ലോകത്തിൽ അനേകര് രാജാക്കന്മാരായി സിംഹാസനത്തിൽ വാണിട്ടുണ്ട്. അവരൊക്കെ ഈ ലോകത്ത് മാറ്റപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ സിംഹാസനം ഉണ്ടല്ലോ, അത് എന്നും എന്നേക്കുള്ളതാണ്. ആ സിംഹാസനത്തിന് ഒരു അറുതിയില്ല. നിലനിൽക്കുന്ന സിംഹാസനമാണ് ദൈവത്തിന്റെ സിംഹാസനം. ലോകത്തിൽ 4 സാമ്രാജ്യങ്ങൾ ഉളവായി. 1-ാം സാമ്രാജ്യം ബാബിലോൺ. നെബൂഖദ്നേസർ ഭരിച്ചു, മാറി. പിന്നെ ബെൽഷസ്സർ വന്നു. ബെൽഷസ്സർ ഒരു രാത്രി കൊണ്ട് തകർക്കപ്പെട്ടു. 2-ാമത്തെ സാമ്രാജ്യത്തിൽ മേദ്യാപാസ്യ സാമ്രാജ്യം, നമ്മൾ ദാര്യാവസിന്റെ ഒക്കെ കാര്യമായിരിക്കുന്നല്ലോ, കോരേസ് ദാര്യാവസ്, ആ സിംഹാസനം മാറി. 3-ാം സാമ്രാജ്യം ഗ്രീസ്, അലക്സാണ്ടർ ചക്രവർത്തി വാണു. ആ സിംഹാസനം ഒഴിഞ്ഞിടക്കുന്നു. തന്റെ ചെറിയ പ്രായത്തിൽ അതേ ഒരുപാട് രാജ്യങ്ങൾ പിടിച്ചടക്കെങ്കിലും ഇരുന്ന് വാഴാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. റോമ സാമ്രാജ്യം വന്നു, ആ സാമ്രാജ്യം മാറ്റപ്പെട്ടു. ഈ സാമ്രാജ്യങ്ങൾ ഒന്നും നിലനിന്നില്ല. ഈ രാജാക്കന്മാരൊന്നും നിലനിന്ന് വാണില്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ ദൈവത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് എന്നും എന്നേക്കുള്ളതാണ്. എബ്രായലേഖനം 1:8 ഇതേ വാക്യം തന്നെയാണ്. ദൈവമേ, ഈ സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗമെടുത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളത്.
ഈ സിംഹാസനം എന്ന് പറഞ്ഞാൽ അതെന്താണ്? മത്തായി സുവിശേഷം 5:34. മത്തായി 5:34 വെച്ച് നമ്മള് ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്, സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. സ്വർഗത്തെ കൊണ്ടരുത്. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. സ്വർഗം മുഴുവൻ ദൈവത്തിന്റെ സിംഹാസനമാണ്. ദൈവത്തിന് സ്തോത്രം. അതേ, നിന്റെ സിംഹാസനം എന്ന് വന്നിരിക്കുന്നത്. സിംഹാസനം തപ്പി നമ്മൾ പോകേണ്ട, സ്വർഗം മുഴുവൻ ദൈവത്തിന്റെ സിംഹാസനമാകുന്നു. ഈ സിംഹാസനത്തിൽ ആരാണ് വാഴാൻ പോകുന്നത്? സക്കറിയ പ്രവചനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും, അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്നു വാഴും, അവൻ സിംഹാസനത്തിൽ പുരോഹിതന്മാരായിരിക്കും, ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. അവൻ സിംഹാസനത്തിൽ ഇരിക്കും. താമസിയാതെ നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ഒരു സിംഹാസനം വയ്ക്കും. അത് ഞാൻ പറയാൻ പോവാ. ആ സിംഹാസനത്തിൽ അവൻ രാജാവായി, അവൻ പുരോഹിതനായി, അതേ ആ സിംഹാസനത്തിൽ വാഴുവാൻ പോകുന്ന ആ പ്രത്യേക സന്ദർഭമുണ്ട്. അതിനെക്കുറിച്ച് യെശയ്യാ 32:1 പറഞ്ഞിരിക്കുന്നത്, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഇനി ഈ സിംഹാസനത്തിൽ ആരാണ് ഇരിക്കാൻ പോകുന്നത്? അതേ, നമ്മുടെ കർത്താവ് ഈ സിംഹാസനത്തിൽ ഇരിക്കും. മത്തായി സുവിശേഷം 19:27-28. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പത്രോസ് യേശുവിനോട് ചോദിക്കുക, സകലവും വിട്ട്, എന്തോ വിട്ടെന്നായി പറയുന്നത്? ഒരു വല വിട്ട കാര്യ. സകലവും വിട്ട്, മീൻപിടുത്തം എല്ലാം വിട്ട്, പുള്ളിയെല്ലാം ഭയങ്കര കാര്യങ്ങൾ വിട്ട കാര്യമായി പറയുന്നത്. സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എന്തോ തരുന്നത്, എന്തോ കിട്ടുന്നത്? അപ്പം കർത്താവ് പറയാണ്, നിങ്ങൾ സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട്, 12 സിംഹാസനങ്ങൾ ഇരുന്നുകൊണ്ട് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കും. നമ്മൾ വെളിപ്പാട് ദിവസം 21-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും ഇസ്രായേൽ ഗോത്രം 12-ന്റെ കാര്യം പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. സിംഹാസനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേൽ ഗോത്രം 12-നെയും നിങ്ങൾ ന്യായം വിധിക്കും. അവർ മാത്രമാണോ ന്യായം വിധിക്കുന്നത്? അതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാവും. മുന്നോട്ട് പോവാം. 3-ാം അധ്യായം വെളിപ്പാട് 3:21 വായിച്ച്, സിംഹാസനങ്ങളിൽ ഇരുന്ന് ന്യായം വിധിക്കുന്ന അവർ മാത്രമല്ല. കേക്കാം. 3:21 വായിച്ചേ. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും സിംഹാസനത്തിൽ ഇരിക്കും കേട്ടോ. അതാരാ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? ജയിക്കുന്നവനാ. തോറ്റ് തൊപ്പിട്ടിരിക്കുന്നവനല്ല, ജയിക്കുന്നവൻ. എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരം നൽകും. എന്നിട്ട് കർത്താവ് പറഞ്ഞ അടുത്ത വാചകം അറിയാമോ? ഞാനും ജയിച്ച് സിംഹാസനത്തിൽ ഇരുന്ന പോലെ തന്നെ നിങ്ങളും എന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കും. അതാണ് വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 4-ാം അധ്യായം 1 മുതൽ വാക്യം വായിക്കുമ്പോൾ, അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം ഇവിടേക്ക് കയറി വരിക. മേലാൽ സംഭവിപ്പാട് ഞാൻ കാണിച്ചു തരാം. യോഹന്നാൻ ഉടനെ ആത്മാവിലായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആ യോഹന്നാൻ ആത്മാവിലായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് സഭ സ്വർഗത്തിൽ എടുക്കപ്പെടുന്നതിന്റെ ഒരു നിഴലായിട്ടാണ്. യോഹന്നാൻ ആത്മാവിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവിടെ കാണുന്ന കാഴ്ച ഒരു സിംഹാസനം. ആ സിംഹാസനത്തിൽ ആരിയ്ക്കുന്നു? നമ്മുടെ കർത്താവായി യേശുവിരിക്കുന്നു. ഇരിക്കുന്നവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ എന്നാണ് വായിക്കുന്നത്. സൂര്യകാന്തത്തിന് നിറം വെണ്മയും പത്മരാഗത്തിന് നിറം ചുവപ്പുമാണ്. അതുകൊണ്ടല്ലേ ശൂലേമി പറഞ്ഞത്, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. അപ്പൊ ഇരിക്കുന്നവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. ആ സിംഹാസനം ചുറ്റും 24 സിംഹാസനം. നിങ്ങൾ വായിക്കുന്നില്ലേ? 24 സിംഹാസനം. ആ 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാരിരിക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞ ആരും ഉറങ്ങല്ല കേട്ടോ. ഉറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഉറങ്ങാൻ ഞാൻ പേര് വിളിച്ചു പറയാം. എല്ലാവരുടെയും പേരെന്റെ മുമ്പിലുണ്ട്. അപ്പൊ ഈ സിംഹാസനം ചുറ്റും 24 സിംഹാസനം. ആ 24 സിംഹാസനം ഇരിക്കുന്ന ആരാന്നറിയാവോ? നമ്മളാ. 24 എന്നുള്ള സംഖ്യ കൊണ്ട് അവിടെ വിവക്ഷിക്കാൻ കാരണം, അവര് 1 ദിനവൃത്താന്തം
ഞാൻ ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സാ. അത് 24-ാം അധ്യായത്തിൽ ശലോമോന്റെ ദേവാലയത്തിൽ അനേക പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരെ 24 കൂറുകളായി തിരിച്ചിരുന്നു. 24 കൂറുകൾ. അപ്പൊ ഇവിടെ 24 എന്നുള്ള സംഖ്യ കൊണ്ടാണ് അത് വിവക്ഷിക്കാൻ കാരണം. 24 സിംഹാസനം എന്ന് 24 എന്നുള്ള സംഖ്യ കൊണ്ട് വിവക്ഷിക്കാൻ കാരണം അവർ പുരോഹിതന്മാരായതുകൊണ്ടാണ്. ഇനിയിപ്പോ അവരാരാന്ന് തെളിയിക്കാൻ ഞാൻ 2 ഹിന്റ് നിങ്ങൾക്ക് തരാം. അന്നേരം നിങ്ങൾ സന്തോഷിക്കും. കാരണം അവരുടെ തലയിൽ കിരീടം, അവരിയ്ക്കുന്നത് സിംഹാസനത്തിൽ. അന്നേരം അവർ രാജാക്കന്മാരാന്ന് വിളിച്ചറിയിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നു, തലേ കിരീടം. പിന്നെ അതുപോലെ തന്നെ അവര് ധരിച്ചിരിക്കുന്ന വസ്ത്രം വെള്ള നിലയങ്കി ധരിച്ച് കേട്ടോ. അവരുടെ കയ്യിൽ ധൂപകലശമുണ്ട്, ധൂപകലശം. അവർ പുരോഹിതന്മാരാണ് തെളിയിക്കുന്നു. നോക്കണമേ, ഈ 24 മൂപ്പന്മാരുടെ തലയിലെ കിരീടം, അവർ ഇരിക്കുന്ന സിംഹാസനം, അവർ രാജാക്കന്മാരാന്ന് വിളിച്ചറിയിക്കുന്നു. അവർ ധരിച്ചിരിക്കുന്ന ആ വെണ്മ വസ്ത്രം ഉണ്ടല്ലോ, ആ നിലയങ്കി വെണ്മ വസ്ത്രം, ആ വസ്ത്രം, അതുപോലെ തന്നെ അവരുടെ കയ്യിരിക്കുന്ന അവരുടെ ധൂപകലശമുണ്ട്, അത് അവർ പുരോഹിതന്മാരാണ് തെളിയിക്കുന്നു. ഇവരൊരു പാട്ട് പാടി കേട്ടോ. ആ പാട്ടിൽ കേൾക്കുമ്പോഴത്തെ ഇതാരാന്ന് മനസ്സിലാക്കും. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. 5-ാം അധ്യായത്തിൽ വായിച്ചു നോക്കണം. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. എന്റെ ശരിയായ തർജ്ജിമ അവരെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരെന്നല്ല, ഞങ്ങളെ. ഇംഗ്ലീഷ് വായിച്ചു നോക്ക. ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അപ്പൊ അവരുടെ പാട്ട് ആരാന്ന് മനസ്സിലായോ? രാജാക്കന്മാരും പുരോഹിതന്മാരും. 24 എന്നുള്ള സംഖ്യ കൊണ്ട് വിവക്ഷന്റെ കാരണം എന്താണെന്നറിയാമോ? അവർ പുരോഹിതന്മാരായതുകൊണ്ടാണ്. ശലോമോന്റെ ദേവാലയത്തിൽ അനേക പുരോഹിതന്മാരുണ്ടായിരുന്നത് 24 കൂറുകളായി തിരിച്ചു. കർത്താവ് എന്താ പറയുന്നത്? നിങ്ങളോ ഇസ്രായേൽ ഗോത്രം 12 12 സിംഹാസനം ഇരുന്ന് ന്യായം വിധിക്കും. അവര് മാത്രമല്ല സിംഹാസനം ഇരിക്കുന്നത്, നമ്മളും ഇരിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം ഇരിപ്പാൻ വരം നൽകും. കാരണം ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ തന്നെ നമ്മൾ ഇരിക്കുക. ഇനി നമ്മളോട് കൂടിയാ ഈ ദൂതന്മാരെയൊക്കെ ന്യായം വിധിക്കുന്നു. നമ്മൾ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ വായിക്കും, നാം ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ കേട്ടോ. 12 ഇസ്രായേൽ ഗോത്രത്തിലെ അവരെ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ആ പത്രോസിനോട് പറഞ്ഞു. നിങ്ങളും എന്നോടുകൂടി ഇരുന്ന്. അവര് മാത്രമല്ല, നമ്മളും കർത്താവിനോട് ഇരുന്ന് ന്യായം വിധിക്കും. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? പാപം ചെയ്ത ദൂതന്മാര് കിടപ്പുണ്ട്, അവരെയൊക്കെ വിധിക്കുന്നത് നമ്മളാ. നമ്മുടെ പവർ ഇന്ന് ലോകത്തിൽ വല്ല അറിയാവോ? നമ്മളിങ്ങനെ നമ്മളെ നോക്കുമ്പോൾ ആൾക്കാർ അവനോ അയ്യോ ദൈവമക്കളെ നമ്മൾ അങ്ങനെ വിചാരിച്ചു പോകും. നമ്മൾ നിസാരന്മാരല്ലെന്നേ. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമ്മൾ ആരും നിസാരന്മാരല്ല. നമ്മൾ രാജാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്. നമ്മുടെ കർത്താവ് ജയിച്ച സിംഹാസനം പോലെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനം ഇരിപ്പാൻ വരം നൽകും. ഇനി 3 സിംഹാസനം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഈ സിംഹാസനം ഇതെന്നും നിലനിൽക്കുന്ന സിംഹാസനമാണ്. ഇനി ഭാവിയിൽ സ്ഥാപിക്കാൻ പോകുന്ന 3 സിംഹാസനമുണ്ട്. ഈ സഭയെന്ന് പറയുമ്പോൾ 24 എന്നുള്ള സംഖ്യ കൊണ്ട് വിഭജിച്ചിരിക്കുന്ന കാരണം പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഉൾപ്പെട്ടതാണ് ദൈവത്തിന്റെ സഭ. അത് ഞാൻ തെളിയിക്കാൻ പോകുന്നേ ഉള്ളൂ. ചിലർക്ക് അതിൻ്റെ അകത്ത് ഡൗട്ടുണ്ട്. ഒരു ഡൗട്ടും വെക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ വെളിപ്പാട് ദിവസം 21-ാം അധ്യായം വായിച്ചു നോക്കാമെങ്കിൽ ആ 21-ാം അധ്യായം എന്ന് പറഞ്ഞ ഒരു വലിയ കെട്ടിടമാണ്, പുതിയൊരു ശൈലമാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകും. ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്, നിങ്ങളെ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. കർത്താവ് ഒരു സ്ഥലം ഒരുക്കുക, അതൊരു വലിയ കെട്ടിടമാണ്. അതാണ് ആ കെട്ടിടം. വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിൽ സ്വർഗത്തിന് ഇറങ്ങി താഴോട്ട് വരുന്ന ഭാഗമാണ് വായിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പട്ടണത്തോടെ ഇറങ്ങി വരികയാണ്. അവിടെ ഇസ്രായേൽ ഗോത്രം 12 പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന്മാരുടെ 12 പേരിൽ അവിടെ കൊത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ആ കെട്ടിടത്തിൽ 21-ാം അധ്യായം പിന്നെ അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാനുള്ളതാണ്. ഒരു ഡൗട്ട് തീർത്തങ്ങ് പോവുക. ആ പുതിയ യെരൂശലേമിൽ ഇസ്രായേൽ ഗോത്രം 12 പേരെഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ 12 പേരെഴുതിയിട്ടുണ്ട്. പഴയ നിയമ വിശ്വാസികളും പുതിയ നിയമ വിശ്വാസികളും ഉൾപ്പെട്ട
പ്രിയപ്പെട്ടവരാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാവരും ഉൾപ്പെട്ട ഒന്നാണ് ഈ സിംഹാസനം തിരിക്കുന്നത്. അതാണ് 24 എന്നുള്ള സംഖ്യ. അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടത്തില്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ പത്രോസിന്റെ 1-ാം ലേഖനം വായിക്കുമ്പോൾ 1-ന്റെ 11 മുതൽ താഴോട്ട് വരെ ഉള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമ വിശ്വാസികളെ കുറിച്ച് പറയാം, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാരുടെ മേൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. മോശ, നിങ്ങൾ എബ്രായലേഖനം 11-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെ മോശയെ കുറിച്ച് പറയുന്നത്, മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. നോക്കണം, ഇതെല്ലാം ആത്മാവിൽ സംസാരിക്കുന്ന ക്രിസ്തുവിന്റെ നിന്ന. പഴയ നിയമ വിശുദ്ധന്മാർ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരാണ്. 50-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. അവരുടെ മേൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരെല്ലാം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും. നാമും ജയിച്ച്, അതേ ജയിക്കുന്ന നമ്മളും കർത്താവിനോട് സിംഹാസനം. നമ്മൾ നിസ്സാരന്മാരായ ആൾക്കാരല്ല, നമ്മൾ ഭാരപ്പെട്ടു വരുത്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഇനി ഭാവി വെക്കാൻ പോകുന്ന 3 സിംഹാസനങ്ങൾ. 1 2 കൊരിന്ത്യർ 5:10 വായിച്ചു നമ്മളെ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇനി ഭാവി വെക്കാൻ പോകുന്ന ഒരു സിംഹാസനമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. നമ്മൾ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കർത്താവ് ന്യായാധിപനായി സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വായിക്കുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇത് വിശുദ്ധന്മാർക്ക് വേണ്ടി വെക്കുന്ന, സ്വർഗത്തിൽ എത്തുന്ന സഭയാകുന്ന നമുക്ക് വേണ്ടി, CV ആൻഡ്രൂസിന് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന ഏഞ്ചൽ മോക്ക് വേണ്ടി, ഷൈജുന് വേണ്ടി, സാനിയോയ്ക്ക് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി വെക്കുന്ന ഒരു സിംഹാസനമാണ്. അതിന് കൊടുത്തിരിക്കുന്ന പേര് ന്യായാസനം എന്ന്. ന്യായാസനം എന്ന് വെച്ചാൽ ന്യായവിധി നടത്താൻ വേണ്ടി അല്ല. ന്യായാസനം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും നിൽക്കും. പ്രതിഫലം വിജയിക്കുന്ന, പ്രതിഫലം തരുന്ന ദിവസം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് അതേ സിംഹാസനത്തിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് നമ്മുടെ കിരീടങ്ങളൊക്കെ താഴെ ഇട്ട് കുഞ്ഞാട് ഇനി അറുക്കപ്പെടുന്നുള്ള പാട്ട് പാടും. കുറെ കഴിഞ്ഞ ഉടനെ സ്വർഗത്തിൽ 2 കൂട്ടം കാര്യം നടക്കാൻ പോകുന്നു. പ്രധാനമായി 2 കൂട്ടം കാര്യം. 1 വിശുദ്ധന്മാരുടെ ന്യായവിധി. നമുക്കൊരു ന്യായവിധി ഉണ്ട്. നമ്മളെ ന്യായം വിധിച്ച് നിത്യാഗ്നിയിലേക്ക് തള്ളാനല്ല, നമ്മളെ ന്യായം വിധിച്ച് തക്കതായ പ്രതിഫലം തരാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും പ്രതിഫലമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നാഗപ്പൂരിലായിരുന്നപ്പോൾ ഒരു അമ്മാമ്മ സാക്ഷ്യം പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ എങ്ങനെയല്ലെന്ന് പോയാൽ മതി, എനിക്ക് അവിടെ ഒരു ചൗക്കീദാരായിട്ട് എന്ന് പറഞ്ഞ വാച്ച്മാനായിട്ട് ഇരുന്നാൽ മതി എന്ന് എന്റെ സഭയെ പറഞ്ഞ അമ്മാമ്മ മനസ്സു. ഞാൻ പറഞ്ഞ അമ്മാമ്മ അവിടെ ചെല്ലുമ്പോൾ അറിയാം അതിന്റെ വിഷമം. കാരണം അവിടെ ചെല്ലുമ്പോഴേ ഈ പ്രതിഫലം വിഭജിക്കുന്ന ദിവസമുണ്ട്. അവനോട് ശരീരിക്കുമ്പോൾ എങ്ങനെയാണ് പോയെന്ന് പറയുമ്പോഴേ അവിടെ എങ്ങനെ ഒന്ന് കടന്നുകൂടി കിട്ടിയാൽ മതി എന്നൊരു ചിന്തയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കർത്താവ് സിംഹാസനത്തിരുന്ന് വിശുദ്ധന്മാരെ ന്യായം വിധിക്കുമ്പോൾ വിളിക്കും ഏഞ്ചൽ മോളെന്ന് വിളിക്കത്തില്ല. ഇവിടെ ഞാൻ മോളെന്നാ വിളിക്കുന്നു. അവിടെ എല്ലാവരും ഒരേ അതേ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിരിക്കുന്നത് ഏഞ്ചൽ. അപ്പം ഏഞ്ചലിനെ വിളിക്കുമ്പോൾ എൻ്റെ ഒരു കൊച്ചുമോളുടെ പ്രായമുള്ളതുകൊണ്ട് ഞാൻ ഈ പേര് പറയുന്നത് കേട്ടു. എനിക്ക് 5 കൊച്ചുമക്കളുണ്ട്. മൂത്ത മകളെ കല്യാണം കഴിക്കാറായി വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പം ഏഞ്ചൽ ഉടനെ ഏഞ്ചൽ സന്തോഷത്തോടെ ചെല്ലും. ഒരു പ്രതിഫലം ഈ ബൈബിൾ വാക്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് വായിച്ച് കൃത്യമായി തെറ്റുപറ്റാതെ വായിക്കുകയും നല്ലൊരു ജീവിതം നയിച്ചതിനും തലയിലോട്ട് അങ്ങോട്ട് പ്രശംസാക്കിയിട്ട് അങ്ങോട്ട് വയ്ക്കും. ഇതിന് സ്വന്തം അന്നത്തെ പവർ ആലോചിച്ച് നോക്കണം കേട്ടോ. ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഞാൻ ഒരു 10-14 സ്ഥലങ്ങളിൽ ബൈബിൾ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ
നിങ്ങൾക്കൊക്കെ ഓരോ പ്രതിഫലം കിട്ടുമ്പം അപ്പൊ നിങ്ങളൊക്കെ ചിന്തിക്കും, ആൻഡ്രൂസ് വാസ്ക്ക് അവിടെ പാസ്സൊന്നുമില്ല, CV ആൻഡ്രൂസിന് എന്താ പ്രതിഫലം കിട്ടുന്ന അറിയാണ്ട് ഈ ഐറ്റൊക്കെ അതിലൂടെ വരും. കാരണം നമുക്ക് ക്ലാസ് എടുത്തല്ലേ. അന്നേരം എൻ്റെ താഴെ ഒന്നുമില്ലാതെ ഞാനിങ്ങനെ കുത്തിയിരിക്കുകയാണെങ്കിൽ ഞാൻ നാണം കെട്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് അതിലൂടെ നല്ലതൊക്കെ പാട്ടൊക്കെ പാടിയൊക്കെ ഭയങ്കര കിട്ടും. CV ആൻഡ്രൂസിന് ഒന്നുമില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നാണിച്ചു പോകും. അതുകൊണ്ടാണ് ചിലർ നിത്യജീവനായും നിത്യലജ്ജയ്ക്കായിട്ടും ഉയർത്തുന്നു വായിക്കുന്നില്ലേ. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മള് ചിലരൊക്കെ ലജ്ജിച്ചു പോകും. സ്വർഗത്തിൽ 3 അത്ഭുതങ്ങൾ നടക്കുക. അതും ഞാൻ പറയാം കേട്ടോ. സ്വർഗത്തിൽ 3 അത്ഭുതങ്ങൾ, അത് മറന്നുപോയില്ലേ. അതിൽ 1-ാമത്തെ അത്ഭുതം, നമ്മൾ അവിടെ എത്തിയത് വലിയൊരു അത്ഭുതം. നമ്മളത്ര നോക്കും, നമ്മളെല്ലാം അവിടെ എത്തിയല്ലോ. അപ്പൊ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലുള്ള SCA പാസ് നടത്തിയ ഈ ബൈബിൾ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ എനിക്കൊരു ആൾക്കാരുടെ പേരൊക്കെ അറിയാം. എത്ര പേര് അവിടെ എത്തിയെന്നൊക്കെ ഞാനും നോക്കും. നമ്മളവിടെ എത്തിയതൊരു അത്ഭുതം. ഇനി 2-ാമത്, നമ്മൾ വിചാരിച്ച പലരും അവിടെ എത്തിയിട്ടില്ല, അതൊരു അത്ഭുതം. നമ്മൾ പലരും വിചാരിച്ചു ഇന്നാരവിടെ എത്തുമെന്ന് പറഞ്ഞില്ലേ. കാരണം വലിയ അനാഥശാലയൊക്കെ പണിത ആൾക്കാർ, അവരൊക്കെ പേപ്പറിന്റെ അകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെല്ലുമ്പോണ്ടല്ലോ അതൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിച്ച പലരും അവിടെ എത്താതിരുന്ന അതൊരു അത്ഭുതം. ഇനി 3, നമ്മൾ വിചാരിക്കാത്ത പലരും അവിടെ എത്തിയത് വലിയൊരു അത്ഭുതം. നമ്മൾ പറഞ്ഞു ഇന്നാരൊന്നും എത്തത്തില്ലെന്ന് പറഞ്ഞില്ലേ, അവരൊക്കെ അവിടെ എത്തിയത് അത്ഭുതമാണ്. ഇങ്ങനെ 3 അത്ഭുതമാണ് സ്വർഗം നടക്കാൻ പോകുന്നത്. നമ്മുടെ വിഷയത്തിൽ കടന്നു വരാം. സ്വർഗത്ത് ചെല്ലുമ്പോൾ പ്രതിഫലം വിഭജിക്കുന്ന സന്ദർഭത്തിൽ പലരും ലജ്ജിക്കുന്നതായിട്ട് വരും. അനേക പ്രതിഫലങ്ങൾ ഉണ്ട് കേട്ടോ. അതേ പ്രശംസാ കിരീടമുണ്ട്, അതുപോലെ തന്നെ ജീവന്റെ കിരീടമുണ്ട്, നീതിയുടെ കിരീടമുണ്ട്, പിന്നെ തേജസ്സിന്റെ കിരീടമുണ്ട്, വാടാത്ത കിരീടമുണ്ട്. ഇതൊക്കെ പേര് വിളിച്ച് നമ്മളെ പ്രതിഫലം വിഭജിക്കുന്ന ദിവസം അവിടെ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ മുമ്പിൽ ഒരു തീയുണ്ട്, തീ അതിനെ ശോധന ചെയ്യുമെന്ന്. നമുക്കത് വിശദമായിട്ട് പിന്നെ 4-ാം അധ്യായത്തിൽ കയറുമ്പോൾ ചിന്തിക്കാം. തീ അതിനെ ശോധന ചെയ്യുമെന്ന. കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുക. ചിലരൊക്കെ വലിയ കെട്ടും കെട്ടിക്കൊണ്ടാണ് കൂടിയിരുന്നത്, വലിയ തുറു പോലുള്ള കെട്ടും കെട്ടിക്കൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തനം. ഇവിടെ ഈ പണ്ടൊക്കെ അമേരിക്ക വന്ന് പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇനി ഇന്ത്യയിൽ ആരും മാനസാന്തരപ്പെടാനില്ല. അതുപോലെ റിപ്പോർട്ടിന്റെ അത് ഇവിടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അത് വായിച്ചു കഴിഞ്ഞാൽ ഇനി ഇന്ത്യയിൽ സുവിശേഷകരുടെ ആവശ്യമില്ലെന്നൊക്കെ ചിന്തിച്ചു. എന്തുമാത്രം കള്ള റിപ്പോർട്ടൊക്കെ കൊണ്ടിരുന്നറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവര് വല്ല തുറു കെട്ടിക്കോണ്ട് അങ്ങോട്ട് വരുമ്പോണ്ടല്ലോ, തീക്കകത്തോട്ട് അങ്ങോട്ട് വരുമ്പോ ഉറച്ചാക്കാം. കാരണം തീ തന്നെ അതിനെ ചോദ്യം ചെയ്യും. ഭയങ്കര വെടിക്കെട്ട് പോലെ കത്തിപ്പോവും. എന്നാൽ പൊന്നെ, വെള്ളി, വിളിയേരി കല്ല് ഇവ കൊണ്ട് പണിത അത് ഈ ജഡത്തിൽ കൂടെ ഉണ്ടാകുന്നതല്ല. അത് ഈ വലിയ മരംപുല്ല് വായിക്കാനൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാന്ന കേട്ടോ. നമ്മളെ കൊണ്ട് നടക്കും അതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ. എന്നാൽ പൊന്നെ, വെള്ളി, വിളിയേരി കല്ല് അതൊന്നും വെച്ച് പിടിപ്പിക്കാൻ ഒക്കത്തില്ല. സ്വർഗീയമായ കാര്യം കാണിക്കുന്നു നേതൃത്വം. അതുകൊണ്ട് പണിതവരെ അത് കാഴ്ചക്ക് ചേർന്നതാണ്. വലിയ കാണാൻ തക്കൊണ്ടൊന്നുമില്ല, വലിയ കെട്ടായിട്ടൊന്നുമില്ല. പൊന്നെ, വെള്ളി, വിളിയേരി കല്ല് ഇവ കൊണ്ട് പണിത പണികളും ഈ തീ തന്നെ ശോധന ചെയ്യും. ആ തീ കയറുമ്പോൾ അതിന്റെ മാറ്റം ഒന്നുകൂടെ വർദ്ധിക്കുക, ശോഭിക്കുക. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എനിക്ക് നിങ്ങളോട് സ്നേഹത്തോട് ഓർപ്പിക്കാനുള്ളത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം വിഭജിച്ചിരുന്ന ദിവസമുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് അടുക്കടുക്കായിട്ട് വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് പഠിക്കാം. ഒരിക്കലും ഒരു അമ്മാമ്മ ഒരു സ്വപ്നം കണ്ട്, നിങ്ങൾ അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന അമ്മമാരൊന്നും അല്ല, ഒരു അമ്മാമ പെന്തക്കോസ്തില അമ്മാമ ഒരു സ്വപ്നം കണ്ടു. അമ്മാമ സ്വർഗത്തിൽ ചെന്നപ്പോൾ ദൂതൻ ഇങ്ങനെ കൊണ്ടുനടക്കുക. നോക്കിയപ്പോൾ ഒരുപാട് നല്ല വീടുകളൊക്കെ പണിതിരിക്കുന്നു. അപ്പൊ അമ്മാമ ചോദിച്ചു, ഇതാരുടെ വീടാ? അത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ചാക്കോച്ചന്റെ വീടാ, നല്ല വീട് പണിതിരിക്കുന്നു. വേറെ വീട് കാണിച്ചു, അത് മത്തായിച്ചന്റെ വീടാ, നിങ്ങളുടെ പുറമ്പോക്കി കിടക്കുന്ന മത്തായിച്ചന്റെ വീട്. ഇങ്ങനെ പലരും കാണിച്ച അമ്മാമയ്ക്ക് വലിയ സന്തോഷമായി. ഇത്രയും പേർക്കൊക്കെ ഇത്രയും നല്ല വീടായിരിക്കുമ്പോൾ അമ്മാമ്മയുടെ വീട് ഭയങ്കരമാണല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇതാരുടെ വീടാ? ഇത് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന വേലക്കാരത്തിന്റെ വീടാ, വലിയൊരു വീട്, പണി മിക്കാറും പൂർത്തിയായി, നമുക്ക് താമസിക്കാനുള്ള വീടാ. ഇത് സ്വപ്ന, അമ്മാമ്മയുടെ സ്വപ്ന. അമ്മാമ്മയ്ക്ക് വലിയ സന്തോഷമായി. എന്റെ വീട്ടിലെ വേലക്കാരത്തേക്ക് ഇത്രയും വലിയ വീടാണെങ്കിൽ എന്റെ വീട് എന്തോ ആയിരിക്കും. അപ്പൊ അമ്മ ചോദിച്ചാ, എന്റെ വീട് എവിടാ? എന്റെ വീടേതാ? അവിടെ 2-3 കല്ലൊക്കെ ഇട്ട് തറ കെട്ടാനിട്ട് ഇങ്ങനെ കൂടിയിട്ടിരിക്കുന്നു. അമ്മാമ്മയ്ക്ക് വലിയ സങ്കടമായി കേട്ടോ. അമ്മാമ്മ ഒന്നും അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടില്ല.
അപ്പം ചോദിച്ചു, ഇതന്നെ എൻ്റെ വീടിങ്ങനെ, എനിക്ക് വേണ്ടി പണിയാൻ വെക്കുന്ന വീടിങ്ങനെ, അത് ഇങ്ങോട്ട് അയച്ചതിനനുസരിച്ച് പണിയാൻ ഒക്കത്തുള്ളൂ. നിങ്ങൾ ഒരു 2-3 കല്ല് മേടിക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് അയച്ചു വന്നിട്ടുണ്ട്, അതിന്റെ പണി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്ന അവനവന്റെ പ്രവർത്തികൾ അവരെ പിന്തുടരുന്നു. ഈ ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അതാണ് പിന്തുടരുന്നത്. വലിയ കണക്കുകളും കൊണ്ടൊക്കെ അവിടെ ചെന്നാണല്ലോ എല്ലാം തീ തന്നെ ശോധന ചെയ്യും. ആദ്യം വെക്കാൻ പോകുന്ന സിംഹാസനം ന്യായാസനം. അവിടെ ഞാൻ നിർത്തട്ടെ. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കൊണ്ണം പ്രാപിക്കേണ്ടതിന് നാം ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. 2ാമത്തെ സിംഹാസനം വായിച്ച മോളെ മത്തായി 25:31. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. 2ാമതൊരു സിംഹാസനം വെക്കുക, തേജസ്സിന്റെ സിംഹാസനമാണ്. അത് വിശദമായി ഇവിടെ സിംഹാസനം എന്നുള്ള വിഷയം വന്നുകൊണ്ടാണ് ഞാൻ ഒരു നോക്ക് മുന്നോട്ട് കല്ലെറിയുന്നത്. 2ാമത് വെക്കാൻ പോകുന്ന സിംഹാസനം തേജസ്സിന്റെ സിംഹാസനമാണ്. അതെപ്പോഴാ വെക്കുന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു വരുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് നമ്മൾ പരസ്യമായി കർത്താവിനോടുകൂടി ഈ ലോകത്തിൽ വരും. യേശു ക്രിസ്തുവിന്റെ പരസ്യ പ്രത്യക്ഷത വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്ന വിശ്വസ്തനും സത്യവാനും പേർ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി നമ്മളുമായി ഈ ലോകത്തെ ഭരിക്കാൻ തക്കൊണ്ട് വരുന്ന സന്ദർഭമാണ് യേശുവിന്റെ പരസ്യപരമാണ്. അന്ന് താൻ ഒലിവുമലയിൽ തന്റെ പാദം ചവിട്ടും. ഒലിവുമല സെക്രട്ടറി പറഞ്ഞ 14-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഒലിവുമല 2ആയി പിളരും, അവിടെ വലിയൊരു താഴ്വര ഉളവായി വരും. അന്നുള്ള സകല യഹൂദന്മാരും അവിടെ കൂടി വരും. ഇസ്രായേൽ, ഇപ്പോൾ ഇസ്രായേൽ യേശു ക്രിസ്തുവിനെ മശിയായിട്ട് അവര് അംഗീകരിക്കുന്നില്ല. അവർ മശിയായ്ക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. യെരുശലേമിൽ ഒരു വിലാപ മതിലുണ്ട്. ആ വിലാപ മതിലിൽ ഇപ്പോഴും അവർ തലയിടിച്ച് കരഞ്ഞുകൊണ്ട് അവരുടെ വാഗ്ദത്ത മശിയായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. യേശു ക്രിസ്തു മശിയായിട്ട് അവര് ജാതിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അനേക യഹൂദ ക്രിസ്ത്യാനികൾ ഇന്ന് ആ ഇസ്രായേലിൽ ഉണ്ട്. അമേരിക്കയിലും യഹൂദന്മാര് അനേക ക്രിസ്ത്യാനികളുണ്ട്. യഹൂദ ആരാധന ഇവിടെ നടക്കുന്നുണ്ട്. അനേക യഹൂദ ക്രിസ്ത്യാനികളുണ്ട്. എന്നാൽ അവർ ജാതിയായി യേശു ക്രിസ്തുവിനെ മശിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അന്ന് അവരെല്ലാവരും കർത്താവ് ഒലിവുമലയിൽ ഒരു താഴ്വരയുള്ളതായി വരും. നിങ്ങൾ സെക്രട്ടറി പ്രവചനം 14-ാം അധ്യായം 2 മുതലുള്ള വാക്യം വായിക്കണം. അന്നാളിൽ യേശു ക്രിസ്തുവിന്റെ പാദം യെരുശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ ചവിട്ടും, ഒലിവുമല 2ആയി പിളരും, അവിടെ ഒരു താഴ്വരയുള്ളതായി വരും. അന്നത്തെ താഴ്വരയിൽ ഈ ഇസ്രായേൽ ജാതി എല്ലാം കൂടി വരും. കർത്താവ് പറയും, ഞാനാണ് മശിഹ എന്ന് പറയും. കാരണം ഇവർ നിലവിളിക്കും. മഹോദര കാലത്ത് അന്തിക്രിസ്തുവിന്റെ പീഡ 7 വർഷമാണ്. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യമേ വളരെ ന്യായമായിട്ട് വളരെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് അന്തിക്രിസ്തുവിനെ അഴിച്ചുവിടുന്നത്. അവിടെ വായിക്കുന്നത്, ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്റെ ഒരുത്തൻ ഇരിക്കുന്നു, അവൻ ജയിപ്പാനായി പുറപ്പെട്ടു, അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട് എന്ന് വായിക്കുന്നില്ലേ? അമ്പില്ല, വില്ലുണ്ട് എന്ന് പറഞ്ഞ സമാധാനമായിട്ട് യഹൂദജാതിയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യും. ആദ്യത്തെ 3 വർഷം അവൻ ആ മസീഹ് എന്ന് പറയും. മഹോദരകാലത്തിന്റെ മധ്യത്തിൽ അന്ന് പണിയുന്ന ദേവാലയത്തിൽ, ഇന്ന് യഹൂദന്മാർക്ക് ദേവാലയം ഇല്ല, മഹോദരകാലത്തിന്റെ മധ്യത്തോട് ദേവാലയത്തിന്റെ പണി പൂർത്തിയാകും. ദേവാലയം പണിയാനുള്ള എല്ലാ കല്ലുകളും അവിടെ ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും കല്ലുകളും മറ്റു ഉപകരണങ്ങളെല്ലാം കൊണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് യെരുശലേം ദേവാലയം പണിയാനുള്ള സൈറ്റ് ഇപ്പോൾ മുസ്ലിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇസ്ഹാക്കിനെ യാഗം കഴിച്ച ആ മോറിയ കുന്നിൽ ആണ് ശലോമോൻ തന്റെ ദേവാലയം പണിതത്. അതാണ് അതിന്റെ പ്ലോട്ട്. അവിടെ ഇപ്പം ഒരു പള്ളിയുണ്ട്, അത് മുസ്ലിമിന്റെ കയ്യിലിരിക്കുകയാണ്. അടുത്ത യുദ്ധത്തിൽ താമസിയാതെ എത്രയും വേഗം അത് അവരുടെ കൈവശമാകും അവിടെ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വരും. കാരണം മഹോദരകാലത്തിന്റെ മധ്യത്തിലാണ് ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയാകുന്നത്. അന്ന് അന്തിക്രിസ്തു തന്റെ ബിംബമെടുത്ത് അതിന്മേൽ പ്രതിഷ്ഠിക്കും. ആദ്യത്തെ 3.5 വർഷക്കാലം യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണ് അവൻ ഈ ദേവാലയം പണിയാൻ ഒത്താശ ചെയ്യുന്നത്. ആദ്യത്തെ പകുതി സമയം അവൻ മസിയായിട്ട് അവനെ അംഗീകരിക്കും. പക്ഷെ മഹോദരകാലത്തിന്റെ മധ്യത്തിൽ അവൻ തന്റെ ബിംബെടുത്ത് ഈ യെരുശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. എന്റെ ബിംബത്തെ നമസ്കരിക്കണം എന്ന് പറയും. അന്നേരമാണ് യഹൂദന്മാർ പിണങ്ങി മാറുന്നത്. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. BC 606 ഇസ്രായേൽ ജനം വിഗ്രഹങ്ങളെ സേവിച്ചതുകൊണ്ടാണ് BC 606 നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്ന് ശലോമോന്റെ ദേവാലയം നശിപ്പിച്ചത്. അവിടെയുള്ള യഹൂദന്മാരെ പ്രവാസികളായി പിടിച്ചോണ്ടുപോയത്. നിങ്ങൾ ചരിത്രം പഠിക്കാമെങ്കിൽ BC 606 ശേഷം
യഹൂദന്മാർ പിന്നെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിട്ടില്ല. ദൈവം കൊടുത്ത നല്ലൊരു ചികിത്സയായിരുന്നത്. അവർ വിഗ്രഹങ്ങളെ പിന്നെ പണിതിട്ടില്ല. അവർ വിഗ്രഹങ്ങൾ മുമ്പിൽ കുമ്പിടത്തില്ല. ദൈവം കൊടുത്ത ഭയങ്കര ഒരു ചികിത്സയായിരുന്നു. വ്യക്തികളായിട്ട് വല്ലതും അവരെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ള പ്രമാണം അനുസരിച്ചാണ് അവർ പോകുന്നത്. ഭൂമിയിൽ യാതൊന്നിന്റെ പ്രതിമകളും സാദൃശ്യമെങ്കിലും നമസ്കരിക്കാൻ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ചാണ് അവർ പോകുന്നത്. അന്ത്യക്രിസ്തുവിന്റെ ബിംബം എടുത്ത് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ നമസ്കരിക്കില്ല, നീ മനുഷ്യയല്ല. അന്നേരമാണ് അതിഭയങ്കരമായ പീഡനം ഉണ്ടാകുന്നത്. ആ പീഡനം ഉണ്ടായി ഇപ്പൊ ഇവര് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ അവർ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവരൊന്നും തോപ്പിക്കാൻ ഒക്കത്തില്ല. ചുമ്മാ നാട്ടിൽ കിടന്ന ആൾക്കാർ അവർക്കെതിരായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അവരെ ഇപ്പൊ ഒന്നും തൊടാനൊക്കത്തില്ല. എന്നാൽ ഈ ലോകരാഷ്ട്രങ്ങൾ മൊത്തം യഹൂദനെതിരായിട്ട് വരുന്നൊരു സന്ദർഭം ഉണ്ടാകും. ഈ അമേരിക്കയും ഒക്കെ അവരെ കൈവിടുന്ന ഒരു സന്ദർഭം വരും. അവർക്ക് നിക്കക്കല്ലില്ലാതെ വരുമ്പോൾ അവർ സ്വർഗത്തേക്ക് നോക്കി നിലവിളിക്കും. അത് മഹോദരകാലത്തിന്റെ അവസാന വീതാമ്പുഴാണ്. കർത്താവേ, മസിഹായെ ഞാൻ കഴിക്കണമേ എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുമ്പോൾ സ്വർഗം തുറക്കും. നമ്മുടെ കർത്താവ് അന്നത്തെ 7 വർഷം പൂർത്തിയാകും. മഹോദരകാലം കഴിയും. അതാണ് വെളിപ്പാട് ദിവസം 19-ാം തീയതി കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരുമായി ഈ ലോകത്തിലേക്ക് കടന്നത്. ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഒലിമല 2 പിളരും. യഹൂദന്മാർ അവിടെ കൂടി വരും. അവരെല്ലാവരും കൂടി വരും. അവർ കുത്തിട്ടുള്ളവയിലേക്ക് നോക്കും. ഇത് മുറിവേറ്റകർ വിശ്വസിക്കത്തില്ല. ഞാനാണ് നിങ്ങളുടെ മനുഷ്യ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. കർത്താവായ യേശുവിന്റെ മുറിവേറ്റകരം കാണിക്കും. ഇത് നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ചെയ്ത ക്രിയയാണ് കേട്ടോ. അത് നമ്മൾ സക്രിയ പ്രവൃത്തി വായിക്കുന്നുണ്ട്. ഇത് എന്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ അടിയാണ്. തന്റെ വിലാപ്പുറം കാണിക്കും. അവർ കുത്തിട്ടുള്ളവയിലേക്ക് നോക്കും. നമ്മൾ വെളിപ്പാട് ദിവസം 1-ാം തീയതി 7-ാമത്തെ വാക്യം വായിക്കുന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അവർ ഏകജാതിയെ കുറിച്ച് വിലപിക്കുന്ന പോലെ വലിയൊരു വിലാപം ഉണ്ടാകും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അവർ ജാതിയായി രക്ഷിക്കപ്പെടും. അതാണ് റോമാലേഖനം 11-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആകയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ബുദ്ധിമാന്മാരും നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാര്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. എന്നവർ ജാതിയായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയമാണ്. ഒരു കർത്താവ് പരസ്യമായിട്ട് വരുന്നതിന് 3 ഉദ്ദേശമാണ്. 1 യഹൂദന്മാരുടെ രക്ഷ, 2 അന്ത്യക്രിസ്തുവിനെ കള്ളപ്രവാചകനെ പിടിച്ച് തീപ്പൊയ്യെ തള്ളിയിടുക, 3 സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലിട്ട് പൂട്ടുക. ഇങ്ങനെ 3 ഉദ്ദേശത്തോടെയാണ് കർത്താവിന്റെ ഈ പരസ്യ പ്രത്യക്ഷത. യഹൂദന്മാർ ജാതിയായി രക്ഷിക്കപ്പെടും. കർത്താവ് പിന്നെ എന്നറിയാമോ? തേജസ്സിന്റെ സിംഹാസനം തീരി. അതാണ് മത്തായി 25-ന്റെ വായിക്കുന്നത്. തേജസ് സിംഹാസനം സകല ജാതികളെയും അവരുടെ മുമ്പിൽ കൂട്ടിവരുത്തും. നിങ്ങൾ യോബേൽ പ്രവചനം 3-ാം അധ്യായം മാറ്റി നോക്കണം. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടിവരുത്തും. അവനവരെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും പോലെ ഇടത്തും വളർത്തു നിർത്തും. വളർത്തുള്ളവരോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവേ. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് കഴിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങനെ നിന്നെ കണ്ടത്? ഞങ്ങൾക്കത് ഓർമ്മയില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുത്തർ ചെയ്തെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. യഹൂദന്മാരെ നടുക്ക് നിർത്തും, ജാതികളെ ഇടത്തും വലത്തുമായിട്ട് വേർതിരിച്ച്, ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന പോലെ ഇടത്തും വലത്തുമായിട്ട് വേർതിരിച്ച് വലത്തുള്ളോട് പറയും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുകയും. ഇടത്തുള്ളോട് പറയും, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടുപോകുകയും പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിലേക്ക് പോകുകയും. അതേ, ഇത് വലിയൊരു വിഷയമാണ്. ഞാൻ കർത്താവ് വലത്തോട് പറയും, ഞങ്ങൾ അങ്ങനെ എപ്പോഴാണ് നിന്നെ നഗ്നനായി കണ്ടത്? ഈ ചെറിയവരിലൊരുത്തർ ചെയ്തതല്ല. യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് ആ ചെറിയവരെന്ന് പറയുന്നത്. ഈ ചെറിയവരിൽ ഒരുത്തർ ചെയ്തത് എല്ലാം നിങ്ങൾ എനിക്ക് ചെയ്തു. യഹൂദന്മാർക്ക് നന്മ ചെയ്തിട്ടുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ എന്താ പൂർണ്ണമായിട്ട് നശിക്കാതിരിക്കുന്നത്? ഇന്ത്യ യഹൂദന്മാരെ ഉപദ്രവിക്കാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അല്ലെങ്കിൽ ഇന്നത്തെ ഈ പ്രവർത്തനങ്ങളൊക്കെ നിമിത്തം പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കോപം അവിടെ ചൊരിയേണ്ടതാണ്. എന്നാൽ എന്തെങ്കിലും ഒരു നന്മ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറയുകയുണ്ടായി, അതേ ബൈബിൾ സത്യമാണെന്നുള്ളത് തെളിവ് യഹൂദന്മാരെ നോക്കിയാൽ മതിയെന്ന് തന്റെ ചരിത്രത്തിൽ താൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ അനേകരെ കൺവെർട്ട് ചെയ്യുന്നു എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞപ്പോൾ
നെഹ്റു പറഞ്ഞ വാചകം അവരെ വെറുതെ വിടുന്ന നല്ലത്. തൊട്ടുപോയെങ്കിൽ ഇത് വർദ്ധിക്കത്തുള്ളെന്ന് പറഞ്ഞു. തൊട്ടുപോയെങ്കിൽ. കാരണം തനിക്ക് യഹൂദന്റെ ചരിത്രവും അതുപോലെ തന്നെ ക്രിസ്തീയ പാരമ്പര്യവും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇവരെ തുടരുത്, പറഞ്ഞ വാചക, ഇവരെ തുടരുത്, തൊട്ടുപോയെങ്കിൽ ഇവർ വർദ്ധിക്കും. പ്രൈസലോ. അങ്ങനെ തന്റെ കാലത്ത് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാതെ വിട്ട ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഒക്കെ അപ്രകാരം നടന്നു. എന്നാൽ ഇപ്പോൾ അല്പമായ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ രാജ്യം ഇന്ത്യ, യഹൂദന്മാർ ഇപ്പോഴും യഹൂദന്മാര് നമ്മുടെ കോലഞ്ചേരിയിലൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു യഹൂദന്റെ മലയാളം നല്ലോണം അറിയാം, ഒരു മലയാളം സംസാരിക്കും. അവർ തിരിച്ചു പോകാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. അവിടെ പല യഹൂദന്മാരുമായിട്ട് ബന്ധപ്പെടുവാൻ തക്കണം എനിക്കിടയായിട്ട്. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ചെറിയവർ വർത്തന തേജസ്സിന് സിംഹാസനം, അതേ യഹൂദന്മാർക്ക് നന്മ ചെയ്തവർക്കെല്ലാം ഉണ്ടാകുന്ന ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണ് അവൻ ആ സിംഹാസനം തിരിക്കുന്നത്. നമുക്ക് പിന്നെ പഠിക്കാം. മൂന്നാമത്തെ സിംഹാസനം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ച മോളെ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നദ്ധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മൂന്നാമത്തെ സിംഹാസനം വെള്ള സിംഹാസനം, അത് ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ്. മനസ്സിലായോ? ഒരു രാജാവ് നീതിയോടെ വാഴും. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ദൈവം വെക്കാൻ പോകുന്ന ഒരു സിംഹാസനമാണ് വെള്ള സിംഹാസനം. നമ്മള് അടുക്കാട്ട് മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് വരും, നമ്മൾ സ്വർഗത്തിൽ എടുക്കപ്പെടും, സ്വർഗത്തിൽ സിംഹാസനം വെക്കും. വെള്ള സിംഹാസനം അല്ല, അത് ന്യായാസനം, വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കാൻ. രണ്ടാമത്തെ സിംഹാസനം യഹൂദന്മാർക്ക് നന്മ ചെയ്തവർക്ക് വേണ്ടി, അത് ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ മത്തായി 25:31 കാണും. ഇപ്പോൾ അതിനുശേഷം കർത്താവ് 1000 ആണ്ട് ലോകത്തെ ഭരിക്കും. 1000 ആണ്ട് കഴിഞ്ഞിട്ട് കർത്താവ് അതേ സാത്താനെ വീണ്ടും ഭൂമിയിലേക്ക് അടിച്ചുവിടും. ഒരു ഗോഗ് മഹായുദ്ധം ഉണ്ടാകും. ഇനി 3 യുദ്ധങ്ങളാണ് പ്രധാനമായിട്ട് നടക്കാനുള്ളത്. ഒന്നാമത്തെ യുദ്ധം ഇസ്രായേലും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ് നടക്കാനുള്ളത്. അത് താമസിയാതെ നടക്കും. അതേ രണ്ടാമത് നടക്കേണ്ടതായ യുദ്ധമാണ് യാഗോശാ താഴ്വരയിൽ കൂടി വരുമ്പോൾ അന്ന് നടക്കാൻ പോകുന്ന ഹർമഗദോൻ യുദ്ധം. ആ യുദ്ധത്തിലും സാത്താനും കൂട്ടരും പരാജയപ്പെടും. അതേ നമ്മുടെ കർത്താവായ യേശു ജയിക്കും. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ഗോഗ് മഹായുദ്ധമുണ്ട്. 1000 ആണ്ട് കഴിഞ്ഞിട്ട് ഒരു ഗോഗ് മഹായുദ്ധം. സാത്താൻ തന്റെ സൈന്യത്തെ സംഘടിപ്പിച്ചിട്ട് വീണ്ടും വരും. സ്വർഗത്തിൽ ദൈവം ആകാശം തീയിറക്കി അവരെ ദഹിപ്പിച്ചു കളയും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. പിന്നെ കാണുന്നതാണ് വെള്ള സിംഹാസനം. യേശു വെള്ള സിംഹാസനത്തിരിക്കും. അന്ന് സകല ദുഷ്ടന്മാരും കൂടി വരും. നമ്മൾ മരിച്ചവർ ആപാലവൃദ്ധം കയ്യിൽ മുതലുള്ള സകല ദുഷ്ടന്മാരും അവിടെ കടന്നു വരും. അവരുടെ പുസ്തകങ്ങൾ തുറക്കും. അന്ത്യന്യായവിധിയാണത്. പുസ്തകങ്ങൾ തുറക്കും. 3 പുസ്തകങ്ങൾ സ്വർഗത്തിലുണ്ട്. ജീവന്റെ പുസ്തകം, അതുപോലെ തന്നെ ഓർമ്മയുടെ പുസ്തകം, 3 വേദപുസ്തകം. ഇതെല്ലാം തുറന്ന് കാണിച്ചിട്ട് പറയും, മുമ്പേ നമ്മൾ വായിച്ച പോലെ അവന്റെ വിധി നീതിയും ന്യായവും ഉള്ളതാണ്. ഇതെല്ലാം കൂടി തുറന്നു വെച്ചിട്ട് അവരോട് പറയും, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല, അതുകൊണ്ട് നിങ്ങളെ നിത്യാഗ്നിയിലേക്ക് പോകുന്നു പറഞ്ഞവരെ എന്നേക്കുമുള്ള ദണ്ഡനത്തിലേക്ക് തള്ളിവിടുന്ന ആ വിധിയാണ്. അത് വലിയ സിംഹാസനമാണ്. അത് ഭൂമിയിലല്ല വെക്കുന്നത്, അതേ സ്വർഗത്തിലല്ല വെക്കുന്നത്, ഈ അന്തരീക്ഷത്തിലാണ്. ഈ സിംഹാസനം വെക്കുമ്പോൾ ഭൂമി സമുദ്രം അവന്റെ മുന്നിൽ ഓടിപ്പോയെന്നാണ് വായിക്കുന്നത്. നമുക്കിവിടെ നിൽക്കാം. 3 സിംഹാസനങ്ങൾ. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കൾ. കഴിഞ്ഞ ആഴ്ച 7 ആത്മാക്കളെ കുറിച്ച് നമ്മൾ വായിച്ചു പഠിച്ചതാണ്. യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആ 7 ആത്മാക്കൾ എന്ന് പറയുന്നത് 1 യഹോവയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിന്റെ ആത്മാവ്, 3 വിവേകത്തിന്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, 5 ബലത്തിന്റെ ആത്മാവ്, 6 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, 7 യഹോവ ഭക്തിയുടെ ആത്മാവ്. എന്താ ഈ 7 ആത്മാവ് എന്ന് പറഞ്ഞത്? ഇപ്പൊ ആത്മാവ് സ്വർഗത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. സ്വർഗത്തിലെ അനുഭവമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അവന്റെ സിംഹാസനമുള്ള 7 ആത്മാക്കൾ. അപ്പോൾ ഈ 7 ആത്മാവിനെ കുറിച്ച് 7 എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ആത്മാവ് ഒന്നേ ഉള്ളൂ, സഭ ഒന്നേ ഉള്ളൂ, പല പേരിനാണ് നമ്മൾ അറിയപ്പെടുന്നു, ഒരു ശരീരമേ ഉള്ളൂ. അതുപോലെ ആത്മാവ് ഒന്നേ ഉള്ളൂ, ദൈവവും ഒരുവൻ. ഈ ദൈവം ഒരുവൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ 4, 5, 6 വാക്യങ്ങളിൽ തൃത്വത്തെയും കാണുവാൻ കൊണ്ട് കഴിയുന്നു. കാരണം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടായിട്ട്
നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാവം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന്, അപ്പൊ പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, ഏകാത്മാക്കൾ പരിശുദ്ധാത്മാവുണ്ട്. നോക്കണമേ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് നമുക്കിവിടെ കാണുവാൻ തക്കൊള്ളം കഴിയുന്നത്. ട്രിനിറ്റി ആർക്കും തോൽപ്പിക്കാൻ തക്കൊള്ളം പറ്റത്തില്ല. ഞാൻ അവരുമായിട്ട് സംവാദം നടത്തിയിട്ടുണ്ട്. വേദോസ്തത്തിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ഏക ദൈവത്തിൽ മൂന്ന് ആളത്വങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന വിധം നമുക്ക് കാണുവാൻ തക്കൊള്ളം കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ, നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനുണ്ടാക്കാന്ന് ദൈവം പറഞ്ഞില്ലേ? അതേതാ നാം? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ നമ്മിൽ ഒരുത്തരെ പോലെ ആയിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞില്ലേ? വാ എന്ന് പറഞ്ഞ് മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ച് അറിയാൻ തക്കണം നമ്മിൽ ഒരുത്തരെ പോലെ ആയിരിക്കുന്നു. ആ നമ്മിൽ എന്ന് പറഞ്ഞ ആരാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ ആകാശത്തോളം ഉൽപ്പത്തി 19 അധ്യായത്തിൽ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാൻ പറഞ്ഞില്ലേ? അപ്പൊ കർത്താവ് പണി കാണാൻ വന്നപ്പോ പറയാണ്, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന്, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന്. അവരുടെ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക. ഇവിടെ എല്ലാം നാം ഒന്ന് വായിക്കുന്നില്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഏകദൈവത്തിൽ മൂന്നാളത്വങ്ങൾ. ഇപ്പൊ നമുക്കത് എടുക്കണ്ട. ഇനി അടുത്തത് 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും 3 കൂട്ടം കാര്യം. മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതി. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്വസ്ത സാക്ഷി എന്നാണ്. നമ്മുടെ ദൈവം വിശ്വസ്ത സാക്ഷിയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അത് 18 അധ്യായം 37 വാക്യം വായിച്ചു നമ്മള്. യോഹന്നാൻ 18:37. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ്. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന്. അതിന്റെ യോഹന്നാൻ 7:16 വായിച്ചേ. എന്റെ ഉപദേശം എന്റേതല്ല. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. എന്നെ അയച്ചവന്റേതത്രേ. അപ്പൊ സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് കർത്താവ് വന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാണ് ഈ ലോകത്തിൽ വന്നത്. കർത്താവിന്റെ വാക്കിൽ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ നമുക്ക് പറയാൻ തക്ക നോക്കുവോ? എന്തെങ്കിലും ഒരു വാക്ക്, ഒരു ബോഷ്കില്ലാത്ത ദൈവമാണ്. പീലാത്തോസ് അവനെ വിസ്തരിപ്പാൻ കൊണ്ടു നിർത്തിയപ്പോൾ, നീ അന്നേരം യഹൂദന്മാരുടെ രാജാവല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാതെ പറഞ്ഞാന്ന് പറഞ്ഞോ? അല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവാ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതാണ് ഞാൻ വന്നത്. കയ്യപ്പാവ് എന്നോട് ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ? ഞാനാ. അതുവരെ മിണ്ടായിരുന്ന യേശു പറഞ്ഞു, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കും. 3, അവൻ ആകാശ മേഖലയെ വാഹനമാക്കി വരും. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായി നമ്മുടെ കർത്താവ് വന്നത്. അവനെ കുറിച്ച് വെളിപ്പാട് വായിക്കുന്നു, അവൻ വിശ്വസ്ത സാക്ഷിയാണ്. 6 കൂട്ടം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു വായിക്കാം. ഏതിലൊക്കെ അവൻ വിശ്വസ്തനാണ്? 1 യോഹന്നാൻ 1:9 വായിച്ചോളെ. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മുടെ ദൈവം സത്യത്തിന് സാക്ഷിയായി നിൽക്കാൻ, കർത്താവ് സത്യത്തിന് സാക്ഷിയായി നിൽക്കാൻ വന്നു. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, നമ്മുടെ പാപം പോക്കാൻ അവൻ വിശ്വസ്തനാണ്. ഇന്ന് അനേകം പാപം ക്ഷമിക്കാൻ തക്കവണ്ണം ഗംഗാ നദിയിലൊക്കെ പോയി അതേ മുങ്ങാറുണ്ട്, പിന്നെയും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏത് പാപവും മായ്ച്ചു കളയുവാൻ തക്കണം കഴിവുള്ളവനായ ഒരുവനേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നു, അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ കേരളത്തിൽ ഒരു ബാലസുവിശേഷകൻ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കള്ളുകുടിയൻ ആക്രമിക്കാൻ തക്കവണ്ണം കടന്നു വന്നു. അവിടെ വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടായി. അതേ കാരണം ഈ ബാലസുവിശേഷന്റെ ആ പ്രസംഗം കേൾക്കുന്ന സന്ദർഭത്തിൽ ഏതോ ഒരു വ്യത്യാസം മുഖത്തിന് കണ്ടു. അവിടെ വന്നപ്പോഴത്തേക്ക് തനിക്ക് കുറ്റബോധം ഉണ്ടായി. ആ വ്യക്തി പറഞ്ഞു, അതേ സ്നേഹിത, ഞാന് വലിയൊരു പാപിയാ,
എന്റെ പാപത്തെ നിങ്ങളുടെ യേശു ക്ഷമിക്കുമോ? ഈ ബാലസുവിശേഷം പറഞ്ഞു, അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരുവനെ കൊന്നിട്ടുണ്ട്, എന്റെ പാപം വലിയ പാപമാ, ഈ പാപം ദൈവം ക്ഷമിക്കുമോ? സുവിശേഷം പറയാൻ ഒന്നേ ഉള്ളൂ, അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. മൂന്നാമത് ആദ്യം ചോദിച്ചു, ഞാൻ എന്റെ ഭാര്യ ഇഷ്ടം പോലെ അടിക്കും, എന്റെ കുഞ്ഞുങ്ങളിട്ട് റബ്ബർ പന്ത് പോലെ അടിക്കും, യേശു എന്റെ പാപത്തെ ക്ഷമിക്കുമോ? ബാലസുവിശേഷൻ ആത്മാവിൽ പറഞ്ഞു, അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്ന. സമയം പോയി. 1 പത്രോസ് 4:19 അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിൽ ഫലമേൽപ്പിക്കട്ടെ. കഷ്ടതയിൽ സഹായിപ്പാൻ അവൻ വിശ്വസ്തനാണ്. നമ്മുടെ കഷ്ടത വരുമ്പോഴല്ലോ നമ്മളെ കൈവിട്ടു പോകുന്നതല്ല. അതുകൊണ്ടല്ലേ 46 സംഖ്യ നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്നു. കഷ്ടതയിൽ പൗലോസ് ഡൽഹിക്ക് കപ്പൽ കയറി പോയപ്പോ ഈശാനം മൂലം കാറ്റടിച്ച് എല്ലാം തകർന്നു പോയപ്പോ ആരും സഹായിക്കാനില്ലാതെ നടുക്കടലിൽ കടന്ന് വിഷമിക്കുന്ന വേളയിൽ ആ രാത്രിയിൽ ദൈവം കടന്നു വന്നു, ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നു. പൗലോസേ, ഭയപ്പെടണ്ട, നിന്നോടുള്ള യാത്ര ചെയ്യുന്നവരെല്ലാം കർത്താവ് നിനക്ക് ദാനം ലഭിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 27 വായിച്ചു നോക്കെ. രാവിലെ എഴുന്നേറ്റ് പൗലോസ് പറയാണ്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നതുമായ കർത്താവിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എന്റെ അടുക്കൽ വന്നു നിന്നു. പൗലോസേ, ഭയപ്പെടണ്ട, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഞാൻ ഒരു മാസികയിൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ ഒരു ദാസൻ അനുഭവിച്ച കഷ്ടതയെ കുറിച്ച് വായിക്കുകയുണ്ടായി. അദ്ദേഹം ഒന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹിന്ദി പാസ്റ്ററാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തിന്റെ സഭയിൽപ്പെട്ട ഒരാളെ പാമ്പ് കടിച്ചു. രാത്രിയിൽ പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററെ, എന്നെ പാമ്പ് കടിച്ചു, ഞാൻ മരിക്കുന്ന ലക്ഷണമെന്ന് പറഞ്ഞു. ഈ പാസ്റ്റർ പെട്ടെന്ന് അവിടെ പോയി അതേ വിഷമുള്ളൊരു പാമ്പാണ് കടിച്ചിരിക്കുന്നത്. പാസ്റ്റർ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇദ്ദേഹം ഈ പാമ്പിന്റെ കടിയേറ്റവൻ ഛർദ്ദിക്കാൻ തുടങ്ങി, വിഷമാണ് ഛർദ്ദിക്കുന്നത്. അദ്ദേഹത്തിന് വിടുതൽ കിട്ടി. ഈ സുവിശേഷൻ അവിടെ പോകുന്നതും വരുന്നവരും എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു 3-4 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി 10:00 അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വഴിയിലത്തെ ഈ സുവിശേഷ വിരോധികൾ ഇദ്ദേഹത്തെ പിടിച്ചിട്ടൊരു കാട്ടിലേക്ക് കൊണ്ടുപോയി നടന്ന സംഭവമാണ്. ആ വ്യക്തി ഇന്ന് അമേരിക്കയിലുണ്ട്, അത് ഇവിടെ ഫിലഡൽഫിയ വന്നിട്ടുണ്ട്. ആ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് 2 പേര് ഇദ്ദേഹത്തിന്റെ കയ്യെ പിടിച്ച് ബലമായിട്ട് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഒരുത്തനൊരു മഴുകൊണ്ട് ഇദ്ദേഹത്തിന്റെ തല വെട്ടിക്കറാൻ തക്കണം ചീറിപ്പാഞ്ഞു വന്നപ്പോൾ മരത്തിന്റെ മുകളിൽ ഒരു പാമ്പ് ഇദ്ദേഹത്തിന്റെ കഴുത്തയിലോട്ട് വീണു. ആ പാമ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഉഗ്രവിഷമുള്ള പാമ്പാണ്. ആ പാമ്പ് ഇദ്ദേഹത്തിന്റെ കഴുത്തായിട്ട് മുറുകി. ഇദ്ദേഹം അവിടെ ബോധം കെട്ട് താഴെ വീണു. അപ്പൊ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ തക്കണം ഈ പാസ്റ്ററുടെ കൈ രണ്ടും വിട്ടിട്ട് അദ്ദേഹത്തിന്റെ അരിക്കിലേക്ക് പാമ്പിനെ മാറ്റാൻ തക്കണം കടന്നു ചെന്നു. അന്നത്തെ ഈ പാസ്റ്റർ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഓടാൻ തക്കണം അയച്ചിട്ടുണ്ട്. അദ്ദേഹം രക്ഷപ്പെട്ടു, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇദ്ദേഹത്തെ വെട്ടാൻ മഴുകൊണ്ട് വന്ന ആ വ്യക്തി പാമ്പിന്റെ കടിയേറ്റ് മരിച്ചുപോയി. പിന്നീട് ഇത് കണ്ടുകൊണ്ടുവന്നവര് ഈ പാമ്പിന് കടിയേറ്റ ആ വീട്ടിലെ പെന്തക്കോസ്തുകാരനില്ലേ, അവരുടെ വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞു. അവരൊക്കെയും ദൈവത്തെ ഭയപ്പെടാൻ തക്കണം ഇടയായിത്തീർന്നു, കർത്താവിനെ കണ്ടുമുട്ടാൻ ഇടയായിത്തീർന്നു. നിന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടത നൽകി നിന്നെ തകർക്കാൻ ശത്രു നോക്കുമ്പോൾ നിന്റെ കഷ്ടതയിൽ നിന്നെ സഹായിപ്പാൻ തക്കണം അവൻ വിശ്വസ്തനാണ്. മൂന്നാമത് 1 കൊരിന്ത്യർ 10:13 വായിച്ച മോളെ, ദൈവം വിശ്വസ്തൻ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും ഇത് പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷിക്കുന്ന ദൈവം അല്ലെന്ന് എനിക്ക് പല ഉദാഹരണം പറയാനുണ്ട്. അഥവാ പരീക്ഷ വന്നാൽ അഥവാ അതിനോട് നീക്കുപോക്ക് നൽകാൻ തക്കൊണ്ടും വിശ്വസന. ഇന്ന് രാത്രികാലം, നിങ്ങളുടെ രാത്രികാലം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനവധി പരീക്ഷകൾ വന്നിട്ടുണ്ട്. ആ പരീക്ഷയിൽ കൂടി പോകുന്ന വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ നടപ്പല്ലാത്ത പൗലോസ് പറയാണ്, പൗലോസ് അനുഭവിച്ച പോലെ കഷ്ടത ആരനുഭവിച്ചു? ചൈനയില്
ഒരു ദൈവത്തിന്റെ ദാസനെ ജയിലിൽ പിടിച്ചിട്ടു, സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ ജയിലിൽ പിടിച്ചിട്ട് ആ സന്ദർഭത്തിൽ ഏറെ ദിവസങ്ങളായിട്ട് ഒറ്റ കുഞ്ഞ് തന്നെ അത് ജാമ്യത്തിൽ ഇറക്കാൻ ഒന്നും വരുന്നില്ല, അന്വേഷിച്ച് വരുന്നില്ല, എല്ലാവർക്കും പേടിയാ. അപ്പൊ ഈ കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു ചൈനക്കാരൻ, അദ്ദേഹത്തിന്റെ മനസ്സ് വലിയ നിരാശയായി. യോഹന്നാൻ സ്നാപകന് നിരാശ ഉണ്ടായില്ലേ എന്ന് പറഞ്ഞ നിരാശ ഉണ്ടായി. അപ്പൊ അദ്ദേഹം ഒരു ദിവസം തീരുമാനിച്ചു, ഞാൻ ഇനിയും ജയിൽ സൂപ്പറിനെ കണ്ട് ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുന്നു, എനിക്ക് എങ്ങനെ ഈ ജയിലിൽ നിന്ന് ഇറങ്ങണം. ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ യേശുവിനെ കുറിച്ച് ഇനി പ്രസംഗിക്കത്തില്ല, ഞാനൊരു ക്രിസ്ത്യാനായിട്ട് ജീവിക്കുന്ന എഴുതി കൊടുക്കാൻ പോകും, കാരണം ആരും വിടുവിക്കുന്നില്ല. ഇങ്ങനെ നിരാശനായ ഒരു തീരുമാനമെടുത്തിരിക്കുന്ന സമയത്ത് ആ ജയിൽ സൂപ്രണ്ട് ഇദ്ദേഹം കിടക്കുന്ന റൂമിന്റെ അടുത്ത് വന്നിരുന്ന് തന്റെ ഷൂസൊക്കെ ഒന്ന് അടിച്ചു വെച്ച് കാലില് ഷോക്സ് ഒക്കെ ഒന്ന് ഊരി ഒരു ഒന്നിന്റെ പേപ്പർ എടുത്ത് താന്റെ നടന്ന സംഭവം പേപ്പർ എടുത്ത് തന്റെ കാലിന്റെ വേർപ്പൊക്കെ തുടച്ചിട്ട് ഈ പേപ്പർ വലിച്ചൊരൊറ്റ ഏറെറിഞ്ഞു. ആ പേപ്പർ എന്ന് വീണത് ഈ ദൈവദാസന്റെ റൂമിലാണ്. ആ ദൈവദാസൻ അതെടുത്ത് തുറന്നു നോക്കിയപ്പം അത് പുതിയ നിയമത്തിൽ റോമാലേഖനത്തിന്റെ ഒരു വാക്യമായിരുന്നു. അതിന്റെ അകത്ത് പൗലോസ് പറഞ്ഞൊരു വാചകമാണ്, ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്ന ആർ, കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഒരു ശക്തിക്കും ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ വേർതിരിപ്പാൻ കഴിയത്തിൽ ഞാൻ ഉറച്ചുമിരിക്കുന്നു. ആ പേപ്പർ ബൈബിൾ കിട്ടാൻ വിഷമാണ്, നാളുകളായിട്ട് കണ്ട ഒരു പേപ്പറാ, അത് തൂത്ത് വലിച്ചെറിഞ്ഞ പേപ്പറാ. ആ ഒറ്റ വാക്യം അദ്ദേഹം പറഞ്ഞു, കർത്താവേ എന്റെ പാപം എന്ന് ക്ഷമിക്കണമേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ പോവുക. ദൈവത്തിന്റെ പൈതലേ, അഥവാ പരീക്ഷ തന്നാൽ അതിനോട് നീക്കിപോക്ക് നൽകാൻ തക്കൊണ്ട് കഴിയുന്ന ദൈവം വിശ്വസ്തനായിട്ട് ജീവിക്കുന്നു. അഞ്ചാമത്തെ വിഷയം, നാലാമത്തെ വിഷയം എബ്രായലേഖനം 10:21 വായിച്ച നമ്മളെ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നിങ്ങളുടെ സ്വീകാരം മുറുകെ പിടിക്കേ. എനിക്കറിയാം, ഈ പ്ലാറ്റ്ഫോമിൽ പരിശോധനയിൽ കൂടെ പ്രയാസങ്ങളിൽ കൂടി പോകുന്ന പ്രിയപ്പെട്ടവരുടെ ഇരിപ്പുണ്ട്. എന്നാൽ നിങ്ങളുടെ സ്വീകാരം നിങ്ങൾ മുറുകെ പിടിക്കേ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വാക്കുമാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നാളെ ഒരു മനുഷ്യൻ വാക്ക് മാറ്റിയപ്പോ അതെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, കൈയും കാലും വെട്ടി മാറ്റാം, കൈയും കാലും വെട്ടി കുറിച്ച് മാറ്റാനൊക്കെ, വാക്കെല്ലാം മാറ്റാനൊക്കത്തുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവുണ്ടല്ലോ, ഒരു വാക്കും മാറ്റി പറയുന്നതല്ല, അവൻ വാഗ്ദത്തം ചെയ്തവനാണ്. അടുത്ത 5-ാമത്തെ വാക്യം 2 തെസ്സലോനിക്കർ 3:3 വായിച്ചു. കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നിങ്ങളെ ഉറപ്പിച്ച് കാക്കാൻ തക്കണം വിശ്വസ്തൻ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നിങ്ങളെ ഉറപ്പിച്ച് കാക്കാൻ വിശ്വസ്തൻ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ 1 മണിക്കൂറിൽ ഞാൻ പറഞ്ഞ വചനമുണ്ടല്ലോ, നിങ്ങൾ ധൈര്യപ്പെട്. ദുഷ്ടന്റെ കയ്യിൽ നിങ്ങളെ കടത്തിവിടാതെ നിങ്ങളെ സൂക്ഷിപ്പാൻ കഴിയുന്ന ദൈവം വിശ്വസ്തൻ. അവസാനത്തെ വാക്യം വായിച്ച് നമുക്കിപ്പോ നിർത്താം. 1 തെസ്സലോനിക്കർ 5:23-24 വായിച്ച നമ്മളെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളോ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അനന്യമായി അക്കരെ എത്തിപ്പാൻ ദൈവം വിശ്വസ്തൻ. 6 കൂട്ടം കാര്യങ്ങൾ ദൈവം വിശ്വസ്തൻ. 1 പാവം പോക്കാൻ വിശ്വസ്തൻ, 2 കർത്താവിനെ സഹായിപ്പാൻ വിശ്വസ്തൻ, 3 പരീക്ഷയ്ക്ക് പോക്കൊഴിണ്ടാക്കാൻ വിശ്വസ്തൻ, 4 വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ, 5 ഉറപ്പിച്ച് കാക്കാൻ വിശ്വസ്തൻ, 6 അനന്യമായി അക്കരെ എത്തിപ്പാൻ വിശ്വസ്തൻ. ഈ വാക്യം വായിച്ചു നിർത്തട്ടെ, സമയം പോയല്ലോ. ഇവിടെ വായിക്കുന്നു, അവന്റെ സിംഹാസനത്തിന് മുൻപുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തു നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ബൈബിൾ ക്ലാസ് ഇങ്ങനെ പോകാൻ തക്ക നോക്കത്തുള്ളൂ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അവർ സിംഹാസനം തിരിക്കാൻ പോകുന്നു. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തി. ഞാൻ കുറെ വാക്യങ്ങൾ ഏഞ്ചൽ മോക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അത് സൂക്ഷിച്ചു വെച്ചേക്കണം. അടുത്ത ആഴ്ചയിൽ ദൈവം നമ്മെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ.